ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസി വീണ്ടും നിയമലംഘനങ്ങളുടെ പേരിൽ അന്വേഷണം നേരിടുന്നു. ഇത്തവണ ഫുട്ബോൾ അസോസിയേഷനാണ് 74 ഗുരുതരമായ നിയമലംഘനങ്ങൾ ക്ലബിനുമേൽ ചുമത്തിയിരിക്കുന്നത്. മുൻ ഉടമയായ റോമൻ അബ്രോമിച്ചിന്റെ കാലത്ത് നടന്ന സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ. ഏജന്റുമാർ, ഇടനിലക്കാർ, കളിക്കാരുടെ കൈമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് പ്രധാനമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. പ്രമുഖ താരങ്ങളായ ഈഡൻ ഹസാർഡ്, സാമുവൽ എയ്റ്റു, വില്യൻ തുടങ്ങിയവരുടെ ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ട ചില രഹസ്യ പേയ്മെന്റുകൾ ഈ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ താരങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ അബ്രമോവിച്ചിന്റെ ഉടമസ്ഥയിലുള്ള ഓഫ്ഷോർ കമ്പനികൾ വഴിയാണ് ഈ പണം കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നാണ് ആരോപണം. ചെൽസിയുടെ ഇപ്പോഴത്തെ ഉടമകളായ ടോഡ് ബോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം ക്ലബിന്റെ സാമ്പത്തിക രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ അവർ ഈ വിവരങ്ങൾ FA-യെയും യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷനെയും അറിയിച്ചു. ക്ലബിന്റെ സ്വമേധയുള്ള ഈ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ വലിയ ശിക്ഷകളിൽ നിന്നും രക്ഷിച്ചേക്കാം. ഇത് ചെൽസിക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. 2019 ട്രാൻസ്ഫർ വിലക്ക് നേരിട്ടതിനു ശേഷം വീണ്ടും സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ക്ലബ്ബ് നീങ്ങുകയാണ്. ഇപ്പോൾ ചുമത്തിയ കുറ്റങ്ങൾ ഗുരുതരമായതിനാൽ പിഴ, പോയിന്റ് കുറയ്ക്കൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ വിലക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വരാൻ സാധ്യതയുണ്ടോ എന്ന് ആരാധകർ ഭയപ്പെടുന്നു. ചെൽസി നേരിടുന്ന ഈ പ്രതിസന്ധി ടീമിന്റെ പ്രകടനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക.